വയനാട്ടിലെ മനുഷ്യമൃഗ സംഘർഷത്തിൽ ലഘൂകരണ നടപടികൾക്ക് തുക അനുവദിച്ചു. 50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. തുക അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, വലിയ ജനകീയ പ്രതിഷേധം ഉയരുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതിവേഗം സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് മനുഷ്യമൃഗ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ മാസം 24-ാം തീയതി വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ ടൈഗർ അറ്റാക്കിൽ ഒരു വനവാസി യുവതി അടക്കം മരണപ്പെട്ട സാഹചര്യത്തിലാണ് അന്ന് 26/1/2025 ഇത് സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് യോഗം ചേർന്നത്. ഈ യോഗത്തിലായിരുന്നു അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരത്തിന് തുക അനുവദിക്കണം, ഒപ്പം തന്നെ ഈ മേഖലയിലെ കാടുകളടക്കം നീക്കുന്ന കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ 50 ലക്ഷം രൂപ അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ജില്ലാ കളക്ടർക്ക് ഈ തുക കൈമാറുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ തുക വിനിയോഗിച്ചുകൊണ്ട് ഈ മേഖലയിലടക്കമുള്ള തേയിലത്തോട്ടങ്ങളിൽ അടക്കമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടാണ് ഈ തുക അനുവദിച്ചിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം, ഒപ്പം തന്നെ നിരവധി മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് എടുത്തിട്ടുമുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ഈ കാട്ടാന ശല്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കാട്ടാന ആക്രമണങ്ങളിലും ജീവൻ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് കൂടി അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഔദ്യോഗികമായി തുക അനുവദിച്ച് സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവിറങ്ങിയിരിക്കുന്ന തുക ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. വയനാട് മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പ്രത്യേകിച്ച് ഈ കടുവശല്യം അത്തരത്തിലുള്ള മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനടക്കം ഈ 50 ലക്ഷം രൂപ വിനിയോഗിക്കുമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. നീലിമ. ശരി, ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.